ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. സുപ്രഭാതം. പ്രഭാത തീർത്ഥത്തിന്റെ 33ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇന്ന് ചിന്തനത്തിന് വേണ്ടി ഉപദേശിച്ചിരിക്കുന്നത്. ശങ്കര ഭഗവത്പാദർ ആത്മബോധം എന്ന കൃതിയിലെ 31ാമത്തെ ശ്ലോകത്തിൽ ആവിദ്യകം ശരീരാദി, അവിദ്യ തൊട്ട് ശരീരം വരെ, ശരീരം എന്ന് പറയുമ്പോൾ ശരീരപര്യന്തം എന്ന് അർത്ഥമെടുത്താൽ മതിയാവില്ല. ദൃശ്യം എന്ന വിശേഷണം തുടർന്ന് വരുന്നതുകൊണ്ട് കാണുന്ന സകല പ്രപഞ്ച പ്രതിഭാസങ്ങളും ഇതിന്റെ ആരംഭ ബിന്ദു അവിദ്യയാണ്. അവിദ്യ എന്നാൽ ആത്മതത്വത്തെ അറിയാത്ത അവസ്ഥ. ഈ അവിദ്യയിൽ നിന്ന് ആരംഭിച്ച് മുഴുവൻ ദൃശ്യപ്രപഞ്ചവും ആവിദ്യകം ശരീരാതി, ആവിദ്യകം ശരീരാതി ദൃശ്യം ബുദ്ബുദവക്ഷരം ഏതദ്വിലക്ഷണം വിദ്യാത് അഹം ബ്രഹ്മേതി നിർമ്മലം. ശരീരം ഉൾപ്പെടെ അവിദ്യയിൽ നിന്ന് ആരംഭിച്ച് ദൃശ്യപ്രപഞ്ചം മുഴുവനും ആവിദ്യകം ശരീരാദി ദൃശ്യം ബുദ്ബുദവത് ക്ഷരം. ബുദ്ബുദം എന്ന് പറഞ്ഞാല് കുമിള എന്നാണ് വാഗർത്ഥം. പുഴയിലും സമുദ്രത്തിലും ഒക്കെ ഉണ്ടാവുന്ന കുമിളകൾ, കുമിളകളുടെ സ്ഥിതി എന്താണ്? ക്ഷരം, പെട്ടെന്ന് തന്നെ നിലനിന്ന് നശിക്കുന്നതാണ്. ഇതാണ് ശരീരാദികളുടെ അവസ്ഥ. എന്താണ് ഇവിടെ ചിന്തനീയമായ പാഠം? ധ്യാനിക്കേണ്ട വിഷയം എന്താണ്? ഏതത് വിലക്ഷണം വിദ്യാത്, ഈ ശരീരാദികളിൽ നിന്ന് അവിദ്യ ഉൾപ്പെടെ. ശരീരത്തിൽ നിന്ന് ആരംഭിച്ച് പിറകോട്ട് പോകുന്ന സമയത്ത് ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യമായിട്ട് പഠന വിഷയമാക്കിയിട്ടുള്ളതാണ്. അതിനൊക്കെ അപ്പുറത്താണ് അവിദ്യ. ഇത് മുഴുവൻ അവിദ്യ തൊട്ട് സ്ഥൂല പ്രപഞ്ചം, ദൃശ്യപ്രപഞ്ചം, കാണപ്പെടുന്ന അനുഭവപ്പെടുന്ന പ്രപഞ്ചം മുഴുവൻ ബുദ്ബുദവത് കുമിള പോലെയാണ്. ക്ഷരം, ക്ഷരമാണ്, നാശയുക്തമാണ്. ഇതിൽ നിന്നും വിലക്ഷണമായി, ഏതത് വിലക്ഷണം വിദ്യാത്, ഇതിൽ നിന്നും വിലക്ഷണമായി അഹം ബ്രഹ്മേതി നിർമ്മലം, ആത്മാവിനെ, അവനവനെ മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിന് നമുക്ക് അഹം ബ്രഹ്മേതി നിർമ്മലം, അക്ഷരമായ, നാശരഹിതമായ, യാതൊരു തരത്തിലുള്ള പരിവർത്തനങ്ങൾക്കും വിധേയമല്ലാത്തതായ ശുദ്ധമായ ബ്രഹ്മമാണ് ഞാൻ എന്ന ബോധ്യം ഉളവാകണം. ഇതാണ് ഏറെ ഗൗരവമേറിയ ഒരു വിഷയം, ചിന്തനീയമായി ഇന്ന് നമുക്ക് പരിഗണിക്കാനുള്ളത്. ഇതിന്റെ പരിഗണന ലോക വ്യവഹാരങ്ങൾക്കിടയിൽ, നമ്മുടെ ദൈനംദിന ജീവിത വ്യവഹാരങ്ങൾക്കിടയിൽ സാധിക്കുമാറാകട്ടെ. കാരണം ബാക്കിയുള്ള വ്യവഹാരങ്ങളൊക്കെ യഥാവിധി നിർവഹിക്കുന്നതിനുള്ള സാമാന്യ കുശലതയും മറ്റ് ആവശ്യമായ അറിവും കഴിവും ഒക്കെ നമുക്ക് നേരത്തെ തന്നെ ലഭ്യമായിട്ടുണ്ട്. ആ വിഷയത്തിൽ കൂടുതൽ ഉത്സാഹിക്കാം തീർച്ചയായിട്ടും. പക്ഷേ മനുഷ്യജന്മം ലഭിച്ചു എന്നുള്ള നിലയിൽ സാധിക്കേണ്ടുന്ന പ്രത്യേക സാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ട് ഈ ഒരു മനനം അവശ്യം നിർവഹിക്കേണ്ടതാണ്. ശരീരാദികളൊക്കെ തന്നെ ദൃശ്യമാണ്, അവ ക്ഷണികമാണ്. മാറി നിന്ന് നോക്കുന്ന സമയത്താണ് നാം വളരെ ഗൗരവം കൊടുത്ത്, മൂല്യം കൊടുത്ത് എണ്ണിയിട്ടുള്ളതൊക്കെ എത്രത്തോളം നിലനിൽപ്പുള്ളതാണ്. മഹാകാലത്തിന്റെ പ്രവാഹത്തിനിടയിൽ ഇവ വാസ്തവത്തിൽ കുമിള പോലെ അപ്പപ്പോൾ വന്ന് പ്രകാശിതമായി വിലയിച്ചു പോകുന്ന അവസ്ഥയാണ്. ഇത് നമുക്ക് നോക്കി കാണാൻ കഴിയട്ടെ, ഓർമ്മിക്കാൻ കഴിയട്ടെ. അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം ചിന്തയിൽ സാധിച്ചെടുക്കാമെങ്കിൽ നമുക്ക് ഈ ലോക വ്യവഹാരങ്ങൾക്കിടയിൽ ആത്മസന്ദർശന അനുഭൂതി നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ ജീവിതം അതുകൊണ്ട് സാക്ഷാത്കൃതമാകും, ജീവിത ലക്ഷ്യം അതുകൊണ്ട് സാക്ഷാത്കൃതമാകും. അങ്ങനെയുള്ള ഒരു ഉത്സാഹത്തിന് വേണ്ടി ഇന്ന് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആവിദ്യകം ശരീരാദി ദൃശ്യം ബുദ്ബുദവക്ഷരം
ഏതദ്വിലക്ഷണം വിദ്യാത് അഹം ബ്രഹ്മേതി നിർമ്മലം അഹം ബ്രഹ്മ ഇതി. ഞാൻ നിർമ്മലമായ ബ്രഹ്മമാകുന്നു എന്ന് ദൃശ്യപ്രപഞ്ചത്തിൽ നിന്നും വ്യതിരിക്തമായി അവനവനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഈ സുദിനം നമുക്ക് ആരംഭിക്കാം. ഹരിയം.